welcome to another lecture in Newton's Academy. So, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് എപ്പോഴും വരുമെന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. അപ്പം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. Every body continues a state of rest or uniform motion in a straight line unless compelled by an external force to change that state. അപ്പം ആ അവസ്ഥയിൽ നിന്ന് ഏതൊരു അവസ്ഥയിൽ നിന്നോ ആ അവസ്ഥയിൽ നിന്ന് മാറാതിരിക്കാനുള്ള അതിൻ്റെ ഒരു കഴിവാണ് എന്ത് ഈ പറയുന്ന ഇനേർഷ്യ എന്ന് പറയുന്നത്. അതിനാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാനും അതിൻ്റെ ഒരു പ്രോപ്പർട്ടിക്കാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനിയും ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം ഓടിക്കൊണ്ടേയിരിക്കാനുള്ള അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് എന്ത് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനിയും ഇതുപോലെ തന്നെ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്ന ടൈമുണ്ട്. അതായത് ഒരു ഡയറക്ഷൻ പോയിക്കൊണ്ടിരിക്കുക, അതിന് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി കൊടുത്താൽ അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അപ്പം ഇങ്ങനെ മാറാതിരിക്കാനുള്ള ഇതിൻ്റെ കഴിവിനാണ് എന്ത് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ അറിഞ്ഞിരിക്കുക, every body continues state of rest or uniform motion in a straight line unless compelled by an external force to change that state. Okay, now ഇനി നമ്മൾ പഠിക്കേണ്ടത് മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു ടേമാണ്. ദ ക്വാണ്ടിറ്റി ഓഫ് എ മോഷൻ possessed by a moving body is known as മൊമെൻറ്റം ഓഫ് ദ ബോഡി. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് അതിന് ക്വാണ്ടിറ്റി നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണെന്ത് മൊമെൻറ്റം എന്ന് പറയുന്ന സാധനം. ആൻഡ് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആൻഡ് വെൻ ദ മാസ് കംസ് യു ക്യാൻ സേ ദാറ്റ് പി ഈസ് ഇക്വൽ ടു എം വി. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്നും ഓർത്തിരിക്കുക. ഇനിയും ഇത് പഠിച്ചുകൊണ്ട് വേണം നമ്മൾ എങ്ങോട്ട് പോകാൻ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് പോകാൻ വേണ്ടി. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്? ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി proportional to the external force and take place in the direction of force. The time rate of change of momentum dp by dt, rate of change of momentum. റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെന്ന് ഓർത്തിരിക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സോ എഫ് ഈസ് ഇക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇവിടുന്ന് പി എന്ന് പറയുന്നത് എന്താണ്, മൊമെൻറ്റമാണ്. മൊമെൻറ്റത്തിന് എങ്ങനെ എഴുതാം, ടി വി ഡിവൈഡ് ബൈ ടി ആൻഡ് എം വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ പറയുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നൗ 1 dyne is equal to 1 gram centimeter per second square is equal to 10⁻⁻⁻. ഫോഴ്സിൻ്റെ എപ്പോഴും ന്യൂട്ടൺ ആണെന്ന് ഓർത്തിരിക്കുക. ഇനിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് ആണെന്ത്, ഡൈന്, ഗ്രാം, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ടേമുകളും. അപ്പോൾ അതിൻ്റെ റിലേഷൻ അപ്പം 1 dyne is equal to 1 gram centimeter per second square ആണ്. അതെന്ന് പറയുന്നത് എന്താണ്, 10⁻⁻⁵. ചിലപ്പോൾ 1 Newton is equal to എത്ര ഡൈനാണെന്ന് ചോദിക്കുക. അപ്പോൾ എന്തായിരിക്കും, നേരെ തിരിച്ചെഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനിയും ഇമ്പൾസ് എന്ന് പറയുന്ന ടേം എന്താണെന്ന് പറയും. ഇമ്പൾസ് I is equal to F into delta t എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫോഴ്സ് ചെറിയൊരു ടൈം പീരീഡിൽ ഹാപ്പൻ ടു act on a body, then it is called a impulse. So F into delta t, you will get the impulse. Now impulse momentum theorem. ഇമ്പൾസും മൊമെൻറ്റവും, അപ്പോൾ മൊമെൻറ്റം നമ്മളിവിടെ പഠിച്ചു, അതുപോലെ തന്നെ ഇമ്പൾസും മൊമെൻറ്റവും കൂടെ റിലേറ്റ് ചെയ്യാൻ പോകണം. എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു P2 മൈനസ് P1. അതായത് എഫ് ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്, ഇമ്പൾസ് ആണ്, നമുക്കറിയാം. എഫ് ഇൻറ്റു ടി അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പം ആ ഫോഴ്സ് ചെറിയൊരു ടൈം പീരീഡിൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ബോഡിക്ക് മൊത്തമായിട്ട് എന്ത് സംഭവിക്കും, മൊമെൻറ്റത്തിന് വ്യത്യാസം വരും. സോ ദാറ്റ് ഈസ് കോൾഡ് ഇമ്പൾസ്. ഇനിയും ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫോഴ്സ് ടൈം ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഏരിയ അണ്ടർ ദ ഫോഴ്സ് ടൈം ഗ്രാഫ് വിൽ ഗീവ് ദ ഇമ്പൾസ് ഓഫ് ദ ഗിവൺ ഫോഴ്സ്. ഈ പറയുന്ന ഫോഴ്സിൻ്റെ ഇമ്പൾസ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഫോഴ്സ് കാരണമാണ് എന്ത് ഇമ്പൾസ് ഉണ്ടാകുമെന്ന് അറിഞ്ഞിരിക്കുക. ഒരു ചെറിയൊരു ടൈം പീരീഡിലാണ് അത് ഹാപ്പൻ ചെയ്യുന്നതെങ്കിൽ അതിനാണ് പറയുന്നത് എന്താ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോ ഫോഴ്സ് ഇൻറ്റു ടൈം വിൽ ഗീവ് ദ ഇമ്പൾസ്. ദ ഏരിയ അണ്ടർ ദ കർവ് ഫോർ എഫ് ടി വിൽ ഗീവ് ദ ഇമ്പൾസ് ഓഫ് എ ഗിവൺ ഫോഴ്സ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പഠിച്ചു, ഇനേർഷ്യ എന്താണെന്ന് പഠിച്ചു, മൊമെൻറ്റം പഠിച്ചു, ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിച്ചു, അതിൻ്റെ യൂണിറ്റ് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. ഇമ്പൾസ് എന്താണെന്ന് പഠിച്ചു, ഇമ്പൾസ് മൊമെൻറ്റം തിയറം എന്താണെന്നും പഠിച്ചു, ആൻഡ് the graph which is showing the force time graph
area under the curve will give the impulse. So this is what we have to study in this lecture. So get the concept. Have a nice day.